ചേട്ടാ വരുന്നു. 5 മണിയുടെ ബോട്ട് പോയി. ഇന്നെന്താ നേരത്തെ ആണോ? നേരത്തെ ഒന്നും പോവില്ല. കിടന്നു പറഞ്ഞില്ല. ഇന്നലെ എപ്പോഴാ ഉറങ്ങാൻ കിടന്നേ? ലാസ്റ്റ് ബോട്ട് പോകുമ്പോഴും ലൈറ്റ് കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് കിടന്നത്? ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നില്ലേ? ഇതൊരുമാതിരി എക്സാമിന്റെ തലേദിവസത്തെ പ്രിപ്പറേഷൻ പോലെയാണല്ലോ. പരീക്ഷയൊക്കെ കഷ്ടമാണ്. ഇന്റർവ്യൂ എക്സാമിന് ഇന്നതിനൊക്കെ പഠിച്ചാൽ മതി എന്നൊരു കണക്കൂട്ടിലെങ്കിലും ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ആ രാക്ഷസന്മാർക്ക് എന്ത് വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ. മോന്റെ പേര് വായിച്ചിട്ടും മതിയാവുന്നില്ലാന്ന് തോന്നുന്നു. ഇന്നാ വിശ്വത്തിന് ഇന്റർവ്യൂ അല്ലേ? അതിന് ചേച്ചിക്ക് എന്തിനാ വിഷമം? ഇത്തവണ അവന് കിട്ടും. കിട്ടട്ടെ ഭഗവാനെ. ഇത് എത്രാമത്തെ ഇന്റർവ്യൂവാ, എത്രാമത്തെ മുഴുക്കാപ്പാ. ഇന്റർവ്യൂവിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്തോറും എന്റെ കുഞ്ഞിന് മനസ്സുമടുപ്പും കൂടുക. കിട്ടാനുള്ള സമയമാവുമ്പോ കിട്ടും, അത്രേ ഉള്ളൂ. എന്നായാലും എന്തേലും ഒന്ന് കിട്ടാതിരിക്കോ? വിശ്വം മിടുക്കനാ ചേച്ചി. ഈശ്വര വിശ്വാസമുണ്ട്. നല്ലത് ഏതാണ്ട് കിട്ടാനിരിക്കുന്നു. അതിന്റെ താമസം. ഈശ്വര. സുമംഗലേ, വീട്ടിൽ കറവേണ്ടല്ലോ? ഉണ്ട്. ക്രാവ് പെണ്ണല്ലേ? അയ്യോ പിന്നെ. നീ ഒരു കാര്യം ചെയ്യണം. 8:30 ബോട്ടിനാ അവര് പോകുന്നത്. ഒരു ഓട്ടുമന്ത എടുത്ത് വൃത്തിയായിട്ട് തേച്ച് മഴക്കി ആദ്യം കറക്കുന്ന പാല്. മനസ്സിലായി. ശകുനം വരാനല്ലയോ? അതെ. ചേച്ചി പൊയ്ക്കോ, അത് വന്നോളൂ. പാല് ശകുനത്തിന് വിശേഷമാ. അതും പശുക്കിടാവിനെ പെറ്റ് 90 തികഞ്ഞ മുമ്പുള്ള തള്ളയുടെ പാല്. നിന്റെ വീട്ടിൽ പശു പറ്റുമെന്ന് കേട്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ. ഇനി അവനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ ഒന്ന് ശകനോട്ട് നോക്കണമെന്ന്. ഈ ഇച്ചയുടെ ഒരു തല വല്ലാത്ത ബുദ്ധി തന്നെ എന്റെ അമ്മോ. ഭഗവാനെ, പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടരുത്. ഇന്റർവ്യൂവിന് ഏറ്റവും പ്രധാനം അതാണ്. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ അറിയാൻ പാടില്ലെന്ന് ബോൾഡായിട്ടങ്ങ് പറഞ്ഞേക്കണം. നിനക്കെല്ലാം അറിയാമടാ. എല്ലാം അറിയാന്നുള്ള ധൈര്യത്തിൽ പോയാൽ ഒരു കുഴപ്പമില്ല. നിന്റെ കുഴപ്പം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പ് ചെല്ലുമ്പോ വിരലാൻ തുടങ്ങും. പിന്നെ അവർ ചോദിക്കുന്നതിനെല്ലാം ബബ്ബ എന്ന് പറഞ്ഞിടന്നടിക്കും. ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിനെല്ലാം അതാ സംഭവിച്ചിരിക്കുന്നത്. ചുണയും തന്റെ ഇടം ഇല്ലെങ്കിൽ പിന്നെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? എടാ, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആരുടെ എവിടാ ഇനിയുണ്ട് 3/4 മണിക്കൂർ. അതിന് 1/2 മണിക്കൂർ ജെട്ടി എത്താൻ. പിന്നെ വഴിക്കാരനോടൊക്കെ വർത്താനം പറഞ്ഞേക്കാൻ 3 മണിക്കൂർ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കുകയല്ല, 8:30 ബോട്ടിൽ പോയാലേ ആലപ്പുഴയിൽ നിന്നുള്ള കണക്ഷൻ ബസ് കിട്ടുള്ളൂ. അതുകൊണ്ടാ. അവനെ സമയത്തിന് ഇന്റർവ്യൂവിന് എത്തിക്കുന്ന കാര്യത്തിലേ നിന്നെക്കാൾ ചുമതല എനിക്കുണ്ട്. പിന്നെ ക്ഷേത്ര ഭരണ സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പലർക്കും പലതും എന്നോട് പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഈശ്വര. എന്താ ടീച്ചറെ, രണ്ടുപേരും കൂടി പറഞ്ഞുറപ്പിച്ചിട്ടൊന്ന് ശകുനം പോലെ ഉണ്ടല്ലോ. മുന്ത കാലിയാണോ അതോ അതിനകത്ത് വല്ലതുണ്ടോ? ഞാൻ നോക്കിയാട്ടെ. ഞാനൊരു കളി പറഞ്ഞില്ലേ അതിന്. പിന്നല്ലാതെ കേട്ടാ തോന്നും. വിശ്വത്തിനൊരു ജോലി കിട്ടണമെന്നുള്ള പ്രാർത്ഥന അവിടെ ഉള്ളവർക്കുള്ളതുപോലെ എനിക്കുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഒരു തമാശ പറഞ്ഞു വെച്ച്. പിന്നെ ഇങ്ങനല്ലോ തമാശ പറയുന്നത്. ചേടാ, ഇത് സംഗതി കുഴച്ചില്ലായല്ലോ. ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. ഈ മാസവും വരുന്നില്ല. ഇവനെന്താ ഇങ്ങനെ? കത്ത് വന്നപ്പോ മുതല് മോൾ അവിടെ കിടന്ന് പടവലിയാ. അച്ഛൻ ഇപ്പം വരൂ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കായിരുന്നു പുള്ളിക്കാരത്തി. ഈ പട്ടാളക്കാരുടെയും ദുബായ്ക്കാരുടെയും. ഓ ശരിയപ്പോ. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോ അപ്പോയിന്റ് ചെയ്തേല് ഇപ്പോഴൊരു ആത്മാർത്ഥതയുള്ളത് ഇവക്ക് മാത്രമാണ്.
എന്നാ പോയേച്ചു വാ. ഓ കാശൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. ഉണ്ട്. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇതാ ഇതുകൂടി വെച്ചോ. ബാഗിൽ സ്ഥലമുണ്ടല്ലോ. വരുമ്പോഴേ ഒരു കുപ്പി ബ്രാൻഡി കൂടി വാങ്ങിച്ചു. മാക്ഡോയില് കിട്ടിയില്ലേ ഹണി ബീ? എന്നാ കയറിക്കോ. നിൽക്കേണ്ടി വന്നാലേ അവിടെ ഹോട്ടലിലും കാര്യം തങ്ങും. ഏതായാലും വേഷമൊക്കെ മാറാൻ മുറി വേണ്ടി വരുമല്ലോ. നിന്നിട്ട് കാര്യമുണ്ടെങ്കിൽ നിന്നാ മതി കേട്ടോ. ആ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് തോന്നുന്നു. അതെ, പ്രൈവറ്റോ പി എസ് സിയോ? പ്രൈവറ്റ്. ആ, എന്നാ പിന്നെ ഒരു ഹോപ്പുണ്ട്. ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ? പോസ്റ്റ് ഗ്രാജുവേറ്റ്, M.Com, ഹൈ സെക്കൻഡ് ക്ലാസ്. എന്താ ജോലി തരാൻ പാവുണ്ടോ? അല്ല, ഞാനിതിലൂടെ പോയതാ, ഇതുവരെ ഒന്നും ഒത്തുകണ്ടില്ല. ആണോ? എന്നാ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒക്കണമെന്നുണ്ട്. ഉത്സവത്തിന് പോവല്ല, കളിയും വർത്താനം പറഞ്ഞ് യാത്ര ചെയ്യാൻ. ഇത് ഈ കണക്കിന് എല്ലാരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് സന്ധ്യാവുന്ന കോളാണല്ലോ. ഏയ്, ഇതിപ്പോ തുടക്കത്തിന്റെ ഒരു ചൂടല്ലേ. ആമ്പിള്ളയുടെ കാര്യത്തിൽ അങ്ങനെ വലുതായിട്ട് സമയം എടുക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ കാണുന്നത്. അല്ല, ഇതുവരെ കണ്ടത് വെച്ച് പറയുമ്പോ പെമ്പിള്ളേരിൽ തന്നെ കാണാൻ ലേശം കൊള്ളാവുന്ന കക്ഷികളാ കുഴപ്പക്കാര്. പുറത്തു പോയിട്ട് ചെയ്യാം. ശരി. ഡേവിഡ് പി ആന്റണി. ദേ, ഞാൻ മടങ്ങി വരുന്നത് വരെ അധികം കളിയും വർത്താനൊന്നും വേണ്ട. ഈ ഹാള് മൊത്തമായിട്ട് ക്ലോസ് സർക്യൂട്ട് TV വെച്ച് പിടിക്കുന്നുണ്ട് ഉള്ളില്. പറഞ്ഞേക്കാം. ആ, എടാ ജോർജി, ഇവന്മാരൊരു വാട്ടർ കൂളർ പോലും വെച്ചിട്ടില്ലോടാ. ഇത്തിരി വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് പുറത്തെങ്ങാനും കാണും, പോയി കുടിച്ചിട്ട് വാ. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. ഹായ്, പോയി കാര്യം കഴിച്ചിട്ട് വേണ്ട. ഇതെന്തായിരുന്നു നീ? ഇതിനിടെ വിളിക്കത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞാനിപ്പോ വരാം. ആ, എക്സ്ക്യൂസ് മീ. അല്ല, ഇവിടെ ടോയ്ലറ്റ്? ടോയ്ലറ്റോ? ആ, ഒന്ന് മൂത്രം ഒഴിക്കാൻ. താഴെ പോണം. താഴത്തെ നിലയില് വരാന്തര ഇടത്തെ അറ്റത്തുണ്ട്. അല്ല, ഒന്ന് പോയിട്ട് വരാലോ അല്ലേ? അല്ലാതെ ഞാനാണോ തീരുമാനിക്കണ്ടേ? അതല്ല, ഇതിനിടയ്ക്ക് വിളി വരികയില്ലോ എന്ന്. കാൻഡിഡേറ്റ് ആണോ? അതെ. പേര്? വിശ്വനാഥൻ. ഇനീഷ്യൽ? കെ വിശ്വനാഥ പിള്ള. അലക്സാണ്ടർ അരവിന്ദാഷൻ, അമ്മിണി മാത്യു, അപ്പുക്കുട്ടൻ നായർ, ബിശ്വാസ് മേനോൻ. ബിശ്വാസ് മേനോനോ? ബിശ്വാസേ, നമുക്കും വല്ല വിശ്വനാഥ പിള്ളാന്ന് ഇട്ടാ പോരായിരുന്നോ? ബിയും വി എന്ന് പറയുമ്പോ വഴി ഒരുപാട്. അതെ അതെ. ദിവാകർ, ദീനാമോൾ, ഡേവിഡ് പി ആന്റണി, ഡി ABCDEFGHIJKLMNOPQRSTU വി വിശ്വനാഥ പിള്ള. അതെ. ആ, അമ്മയുണ്ട്, പോയിട്ട് വരാം. താങ്ക് യു. ഇത്തിരി വെള്ളം കുടിക്കാൻ ഇല്ല? അത് നിർബന്ധമില്ല. ഇത്രയും തന്നെ ഞാൻ സമ്മതിച്ചത് മറ്റേ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാ. ഏതാ? ആ പേരിന്റെ അവസാനം ഒരു വാല് കിടപ്പില്ലയോ? എന്തോന്നാ? ആ ഒരു സ്പിരിറ്റ് ഭാസ്കരണ്ണന് സ്വല്പം കൂടുതലാ. അതിപ്പോ ആര് കുറ്റം പറഞ്ഞാലും അങ്ങനെയാ. ആദ്യം ബാത്റൂമിൽ പോ. അവിടെ മറ്റതിനും സൗകര്യമുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് റോഡിന്റെ ഓപ്പോസിറ്റ് സ്വല്പം ഇടത്തോട്ട് ചെന്ന ഹോട്ടലുണ്ട്. ഹോട്ടൽ ബൽസ. ബൽസ.
നേരെ എതിരെ ഒരു ചപ്പിട്ട സ്ഥലമുണ്ട്, ഒരു ദരിദ്രവാസിയുടെ, അവിടെ കയറണ്ട. ഇല്ല. പോയി അവിടെ ബൽസായി ചെന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ ചായയോ പലഹാരോ എന്താന്ന് വെച്ചാ അത് കഴിച്ചു വാ. താങ്ക് യു. സമാധാനായിട്ട് പോയിട്ട് വാ. വിളിപ്പിക്കുന്നതൊക്കെ ഞാനല്ലയോ വിളിക്കുന്നേ. പോയിട്ട് വാ. ഓ. അല്ലേ? ഇങ്ങോട്ടിരിക്കാം. ഒരു ചായ. ചായ മാത്രം മതി. സംഗതി അവൻ തന്നെയാണ്. അതേടാ, നമ്മളെ കണ്ടോ? കണ്ട ലക്ഷണമില്ല. പക്ഷെ ഇങ്ങോട്ടൊന്നും നോക്കി മനസ്സിലായ കോളില്ല. പറയാനൊക്കില്ല. അകത്തോട്ട് മാറിയിരുന്നപ്പോ എനിക്കൊരു സംശയം. നിന്ന നിപ്പി മുങ്ങുന്നവനാ റാസ്കൽ. നമ്മളെ കണ്ടെങ്കിൽ ഇതിനോടകം അവൻ സ്ഥലം വിട്ട് കാണും. അതെങ്ങനെയാണ്? അങ്ങോട്ട് കയറും നമ്മൾ കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഭിത്തി തുളച്ചിട്ട് പുറത്തേക്ക് പോകും. ഇവനാകുമ്പോ പറയാനൊക്കില്ല. അതും കരുതണം. നീ ഇവിടെ ഇരി. വിളിക്കുമ്പോ വന്നാ മതി. വേറെന്താ വേണ്ടേ? ഒന്നും വേണ്ട. ബില്ല്. ഓ, താടിയൊക്കെ അങ്ങ് എടുത്തോ. താടിയോ? അതേടാ, നിന്റെതാ ഇവിടെ വെച്ച് വെള്ളം പാടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഞാനിതുവരെ ജീവിതത്തിൽ താടി വളർത്തിയിട്ടില്ല. നിങ്ങളുമായിട്ട് എനിക്കൊരു പരിചയമില്ല. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന കാൻഡിഡേറ്റാ. ഈ സിറ്റിയിൽ തന്നെ ഞാനിതിപ്പോ 7 കൊല്ലത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതാ. സർട്ടിഫിക്കറ്റ്സ് ഇന്റർവ്യൂ പോയി. സർട്ടിഫിക്കറ്റോ? നിനക്കാണോ സർട്ടിഫിക്കറ്റിന് പാട്? എന്താ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റൂപ് ചെയ്യാൻ വന്നേക്കാണോ? ഐ വിൽ കോൾ ദ പോലീസ്. എടാ പന്നി, ഒന്നുകിൽ നീ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച കാശ് വെച്ചു പോവും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചാവും. മിസ്റ്റർ, നിങ്ങൾക്ക് ആള് മാറി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് അവസാനത്തെ കാശ് കൊണ്ട് വാങ്ങിച്ചതാ. നിന്റെ ബ്ലേഡിന് കാശ് തന്ന് ഈ പരുവായതിനു ശേഷം ഒടുക്കം ബാക്കി വന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്കായിട്ടൊന്നും പറഞ്ഞു മേടിച്ചതാ. വേടാ കാശ്. പ്ലീസ് ലിസൺ ടു മീ മൂവ്മെന്റ്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാനിങ്ങനെ ബ്ലേഡ് കമ്പനി നടത്തിയിട്ടില്ല. നടത്താൻ ആലോചിച്ചിട്ടുള്ള പുറപ്പെട്ടോ. നിങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശെടുത്തു വന്നേച്ചേ. എന്റെ പെങ്ങൾ ഇപ്പോഴും നിൽക്കുക. അവളുടെ കഴുത്തെ മിന്നു കയറേണ്ടത് ഈ പന്ന കഴിവറ മോന്റെ ബ്ലേഡ് കമ്പനി കാരണമായി ഇല്ലാണ്ടായത്. ആ ബ്ലേഡാണോ? അത് ഞാനല്ല. അത് ഞാനല്ല. ഏതായാലും ഇനിയിപ്പോ പോലീസ് വരട്ടെ. എവിടെ വന്നട്ടെ. പറഞ്ഞ
ആഹാ നീ സാറേ ഇതിനെ എന്നെ തല്ലരുത്. എന്നെ ഈ പരുവത്തിലെത്തിച്ച ദ്രോഹിയാ ഇവനെ കൊന്നിട്ട് ഞാൻ വേണേ കൂടെ വന്നോളാം. ദീസ് പീപ്പിൾ അവര് വേറെ ആരോണെന്ന് വിചാരിച്ച് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. എനിക്ക് കേസൊന്നുമില്ല. എനിക്കെന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. ഐ ഹാവ് ടു ഗോ ദേർ. ഗൾഫിൽ പോയി കിടന്ന് എല്ലുരുക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കാശെടുത്ത് പിന്നെ ഞങ്ങള് തപ്പാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എളുപ്പം കേറ്റിക്കോ ഇല്ലേ ചാടുന്ന എനമാ. പ്ലീസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ക്യാൻ കം ആൻഡ് വെരിഫൈ വിത്ത് മീ. എന്റെ ഇന്റർവ്യൂ ഇവിടെ തൊട്ടടുത്താണ്. യു ക്യാൻ ചെക്ക് അപ്പ് മൈ സർട്ടിഫിക്കറ്റ്. ഇവന് എന്നെ ഓർമ്മയില്ല, പക്ഷെ എനിക്ക് അവനെ മറക്കാൻ നിൽക്കുവോ? ലിസ്റ്റിലുള്ളതാണോ മൂന്നും ലിസ്റ്റിലുള്ളവർ തന്നെയാ. പക്ഷെ ഇവനാണ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ക്യാച്ച്. ഇവൻ ആരാ എനമെന്നാ? ഇന്റർനാഷണൽ. അയ്യോ നടക്കണോ? സർ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കിതാ ഈ ബിൽഡിംഗിലെ ഇന്റർവ്യൂ. ഒന്ന് വണ്ടി എടുത്ത് കയറി വെരിഫൈ ചെയ്തിട്ട് പോവാം. അവിടെ എന്റെ അഡ്രസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി ഉണ്ട്. വി വിൽ ക്രോസ് ചെക്ക്. നിങ്ങൾക്ക് ആള് മാറിയിരിക്കുകയാണ്. ഐ എം വിശ്വനാഥൻ, കെ വിശ്വനാഥ പിള്ളൈ. സർ ടേക്ക് മീ ടു ദി ഇന്റർവ്യൂ പീപ്പിൾ. ആദ്യം അത് കഴിയട്ടെ. ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് മൈ കരിയർ, മൈ ലൈഫ് ആൻഡ് ഡെത്ത്. സർ ഇവൻ ആരാ മോന്ന് കണ്ടോ? ഒരിക്കലും ഈ കള്ള പെറുക്കുകാരനവന്റെ തൊപ്പി തെറിക്കേണ്ടതാ. എന്നിട്ട് വല്ല പരിചയവും കാണിക്കുന്നോ നോക്കി. ഇറങ്ങിയിട്ടാ പറയലേ. ഹലോ ഹലോ, രാമേന്ദ്രനാണ് സാർ. സാർ അവൻ തന്നെയാണ് സാർ. അതെ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എത്ര തവണ സാർ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. മതി സാർ മതി. ഏതായാലും കയ്യിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ എപ്പോ വന്നാലും മതി. ഓക്കെ സാർ. ഇല്ല, ഇനിയിപ്പോ സാറ് വന്നിട്ടേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഓക്കെ സാർ. SI വരാൻ വൈകും, ചിലപ്പോ രാത്രിയാകും. കടപ്പുറത്തൊരു പെണ്ണിന്റെ പ്രേതം പൊങ്ങിക്കിടക്കുക. അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോ നാളെയെ വന്നുള്ളൂന്നും ഇരിക്കും. പിന്നെ ഇവനുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എത്ര ഇരുട്ടിയാലും വരാതിരിക്കില്ല. വരും. പുള്ളിവനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. സർ, എനിക്കൊരു ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ തരണം. എന്നെ അറിയുന്ന ആളുകൾ ഈ ടൗണിലുണ്ട്. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിന്നെ ഇപ്പൊ കൈ കിട്ടിയത്. എടാ പുല്ലേ, നിന്റെ ഈ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. SI വരുന്നത് വരെ ചാവാൻ പോണെന്ന് പറഞ്ഞാലും നിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് എടുക്കുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? ആ, റെസ്റ്റ് എടുത്തോ. സാർ ഇവനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കള്ള തിരുമാലി അഭ്യാസിയാ. കേട്ടിട്ടുണ്ട്. ഒരു 3 കൊല്ലം സർവീസ് ഉള്ള ഒരുമാതിരി പോലീസ് ഓഫീസർമാർക്ക് മുഴുവൻ ഇവനെ അറിയാം. ആ, ഞാൻ പുതുതല്ലേ. കരുതി നിന്നില്ലേ വാരിക്കളയും. ഇരിപ്പ് കണ്ട പഞ്ച പാവമാണെന്നല്ലേ തോന്നത്തുള്ളൂ. തിരുമോന്ത ഒന്ന് കണ്ടോട്ടെ. സാറേ ഒന്ന് കാണാമെന്നാ. ഒന്ന് തലപൊക്കിയാട്ടെ. നീ നീ വിശ്വം അതെ, വിളിക്കാം.
സ്റ്റേഷനിൽ വെച്ചോ അതോ വെയിറ്റ് ചെയ്യുന്നോ? വെയിറ്റ് ചെയ്യാ. അങ്ങേർക്ക് പോണമായിരിക്കും. അവന്മാരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും. അതേം തോന്നുന്നു. എന്ത് ചെയ്യാനാ? എഴുതി ഒപ്പിച്ചിട്ട് ഓരോ തപ്പും തപ്പി രാവിലെ തുറന്നു വിടണം. അല്ല എന്ത് ചെയ്യാനാ? എന്നാൽ ആ വിവരം അങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. സാറിന്റെ കൂട്ടുപ്രതികളുടെ കാര്യമാ. ഞാനിതാ വന്നു. ഓ, വിഷം കഴിക്കുന്നില്ലേ? ഇല്ല കഴിക്കാറില്ലേ? ഇല്ല സ്മോക്കിംഗും ഇല്ല? ഇല്ല. ഷോ, എന്ത് കഷ്ടാന്ന് നോക്കിയാട്ടെ. ഇവിടെ ജോർജ് കുട്ടി എപ്പോഴും പറയാറുണ്ട് വിശ്വത്തിന്റെ വർത്താനം. രാവിലെ പറഞ്ഞു വിട്ടോളൂ. അവന്മാരുടെ കാര്യം അതീ കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ശരി, അവരെന്ത് വിളിച്ചു? അവർക്ക് തോന്നി ഇവൻ മറ്റവൻ തന്നെയാന്ന്. അവരുടെ കാര്യം എന്തിനാ പറയുന്നത്? നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ എത്ര ഇനങ്ങളെ കണ്ടിട്ടുള്ളതാ. അങ്ങേർക്ക് തെറ്റിയില്ലേ? അപ്പോ ദാറ്റ് മീൻസ് അത്ര സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാ അല്ലേടാ? ആ, ഏതായാലും ഒരു കാര്യം സത്യമാണ്. നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഈ ടൗണിലുണ്ട്. ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. വൺ ഹൂ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. അതും അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളവനും. അവിടാ കുഴപ്പം. അല്ല ജോർജ്, ആരാ ഈ മറ്റവൻ? അത് പറഞ്ഞാല് ഇപ്പോ അതെന്തിനാ? അവൻ ആരാന്ന് പറയാനായിരിക്കും. എടാ, പെണ്ണ് കെട്ടിയതിന്റെ പ്രശ്നങ്ങൾ കണ്ടോ? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നെ കണ്ടിട്ട് അസൂയ തോന്നും? ഇപ്പൊ മനസ്സിലായല്ലോ. ഒരുപാട് പെശക കൊച്ചമ്മമാരുടെ സെന്ററായത്. എന്നിട്ടും രാത്രി 9 മണിക്ക് മുമ്പ് കൂടണയാൻ ഞാൻ മനസ്സ് കാണിക്കുന്നില്ലേ? എന്നാൽ അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എടോ അന്ന കരണീന, ഞാൻ ഇന്നീ കുപ്പി തീർക്കും. കോളേജ് വിട്ടത് പിന്നെ ഒരുപാട് കാലം കൂടിയിട്ട് എനിക്ക് ഇന്നിവനെ കൈ കിട്ടിയതാ. നീ വേണം പോയി കിടന്നുറങ്ങും. അല്ലേ മിണ്ടാതെ അവിടെ. ആ, നമ്മൾ എന്തോന്നാ പറഞ്ഞോണ്ട് വന്നത്? മറ്റവനെ പറ്റി അല്ലേ? ആ, അവൻ. പുള്ളിയുടെ പേരെന്താ? ഉത്തമൻ. ഉത്തമൻ ഫസ്റ്റ് പേര്. പുള്ളിയുടെ എല്ലാ പേരുകളും ഫസ്റ്റാ. വേറൊരു പേര് കേൾക്കണോ? സുഗൺ കുമാർ. ഒരുപാട് പേരുകളുണ്ടോ? പിന്നെ ജോസഫ്, സുബ്രഹ്മണ്യം, സന്തോഷ്, ലത്തീഫ്. പുള്ളി പലപ്പോഴും കസ്റ്റഡിപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കിടന്നിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, വീണ്ടും പിടിച്ചിട്ടുണ്ട്. ആര് വെച്ച ദേഹമാ. ഇപ്പൊ കക്ഷി ഈ സിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ പ്രൊബേഷൻ കഴിഞ്ഞിട്ട്. ജൂനിയേഴ്സ് ആവുമ്പം തപ്പിച്ച് നിൽക്കാമെന്ന് മനസ്സിൽ കണ്ടോണ്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം, നീ കുറച്ച് കെയർഫുൾ ആയിക്കൂ. അവനുണ്ട്. എനിക്കെന്ത് ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാനൊക്കില്ല, എങ്കിലും ഒന്ന് സൂക്ഷിച്ചോളുക. അത് വിശ്വല്ല സൂക്ഷിക്കേണ്ടത്. അതിനാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അത് നേര്. അതുകൂടെ ഒന്ന് കഴിച്ചാട്ടെ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇത് ഞാൻ വിശക്കുന്നുണ്ടായിരിക്കും. ഓ, അത് ശരിയാണല്ലോ. നീ മോള് പോയി എല്ലാം ചൂടാക്കി എടുത്തു വെക്ക്. ഞങ്ങൾ ദാ വന്നേച്ചു. വിളിക്കുമ്പോ വന്നേക്കണം. അപ്പോ നിന്റെ നാളത്തെ പ്രോഗ്രാം എങ്ങനെ? സ്ഥലം വിടുന്നു. കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇന്റർവ്യൂ? അതിന്നായിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഇപ്പോഴെന്റെ തലയിൽ ഒന്നുമില്ല ജോർജെ. പഠിച്ചെല്ലാം പോയി. ഒരു മുഴക്കം മാത്രമുണ്ട് ഇപ്പോ. സർട്ടിഫിക്കറ്റ് പോവാഞ്ഞത് ആരുടെയോ ഭാഗ്യം. പോവാൻ കാശ് വേണ്ടേ? കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പോയില്ലേ? പോയി. നീ മുറിയെടുത്ത ലോഡ്ജിൽ വല്ലതും സെറ്റിൽ ചെയ്യാനുണ്ടോ? ഇല്ല, അവിടെ അഡ്വാൻസ് കൂടുതൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിക്കൂലിയും സാധിച്ചൊരു 100 രൂപയും കിട്ടി തന്നായിരുന്നു. ചെന്ന ഉടനെ അയച്ചുതരാം. ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് എല്ലാം അച്ഛൻ കുറച്ച് കാശ് ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ എടുക്കാം. കാശ് പോയ കാര്യമോ ഇവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ കൊള്ളുകയില്ല. അതവരുടെ കൺഫ്യൂഷൻ കൂട്ടുകയുള്ളൂ. പിന്നെന്താ പറയാൻ പോകുന്നത്? ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്റർവ്യൂ ശരിയായില്ല, ഇത്തവണയും കിട്ടുകയില്ല. മുമ്പ് എത്രയോ തവണ കിട്ടായിരുന്ന പോലെ. എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ. ആ, ഇത് തന്നെ. ഈയുടെ ഇന്റർവ്യൂ മെമ്മോ ഒന്നും കാണുന്നില്ലല്ലോ 2-3 മാസമായിട്ട്. ഓ, ഞാനെന്തിനാ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ മനസ്സ് കൊടുത്താൽ എങ്ങനാ? ശ്രമിച്ചോണ്ടിരിക്കണം. ക്രൂസിന്റെ പഠിച്ചിട്ടില്ലയോ?
എഴുതുകയാണോ? അല്ലാതെ പിന്നെ എങ്ങനെ എഴുതാനാ? ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഇതിനിടയിൽ കിടന്ന് ചളാവള പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കിട്ടില്ല. അതല്ല, കുറച്ചുകൂടെ സമയം എടുത്താലോചിച്ചിട്ട് തീയതി നിശ്ചയിക്കാൻ അവരിങ്ങോട്ട് പെട്ടെന്ന് ചാടിക്കയറി വരികയെന്നൊക്കെ പറഞ്ഞാൽ അവർക്കവിടെ വേറെ പെണ്ണിനെ കിട്ടാതെ നോക്കിയിരിക്കില്ലയോ? എനിക്കെന്തോ ആ ചെറുക്കനെ അത്ര പിടിച്ചില്ല. സിന്ധുവിന് അത്ര തൃപ്തിയാണെന്ന് തോന്നുന്നില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. അത് നീ പറയണ്ട. അത് അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വെച്ച് ഒന്നാമത് അവരങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സർക്കാർ സ്കൂളിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആർക്കൊരു ആക്ഷേപം പറയാനുമില്ല. കാണാനും എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല. ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ നിന്റെ മക്കൾ ഇവിടെ എന്തായിരിക്കുന്നേ? എന്തുണ്ടെന്നുള്ളത് മാത്രമാണോ ഒരു പെണ്ണെന്ന് പറയുമ്പോ? എന്റെ മോക്ക് നല്ല ചൊല്ലും വിളിയും ഉണ്ട്, കാണാനും നല്ലതാ. അവനും കൂടെ ഒരു ജോലിയായിട്ട് മതിയായിരുന്നു. അത് നടന്നു. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനാക്കി ശമ്പളം മേടിച്ചിട്ട് പെണ്ണിനായിരിക്കണോ? ഉടനെ നടന്ന പോലെ തന്നെ. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തുണ്ടാട്ടെ. ഇനി അതും പറഞ്ഞ് അവന് കുറ്റം പറയാൻ തുടങ്ങണ്ട. ഒന്നാമത് അവനാകെ മനസ്സ് വന്നിരിക്കുക, അതിന്റെ കൂടെ ഇനി അതും പറഞ്ഞ്. ഈ അമ്മയ്ക്ക് സംസാരിക്കാനേ അറിയത്തില്ല. നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോ? സത്യം പറ. നിന്റെ കല്യാണം എന്ന് പറയുമ്പോ ഞാൻ ഒരുപാടൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഏതാണ്ടല്ല, എനിക്കല്ല ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടെ? ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം. എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. ഹായ്, ആളുണ്ടല്ലോ. അതൊക്കെ കേശവ സാർ പറഞ്ഞ ഡിസിപ്ലിനാ. ഇത് നമ്മുടെ കുട്ടിയുടെ ചേട്ടൻ. ഓ, ഇതറിയാലോ, പയ്യന്റെ ഫാദർ. ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ. ഹലോ, അന്ന് കണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന്റെ അമ്മാവൻ തൃക്കോട്ടൽ ഗോവിന്ദപിള്ള എന്ന് പറയും. കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ മനസ്സിലാക്കണമല്ലോ, സംബന്ധക്കാരൻ അളിയൻ സുന്ദരേശ് നായർ, ട്രഷറിൽ വർക്ക് ചെയ്യുന്ന. മനസ്സിലായി. വന്നട്ടെ. വഴി കുറെ ഉണ്ടോ? ഒരു 1/4 മണിക്കൂർ. വന്നട്ടെ. ഇത്തവണ മാമന്മാര് ആരെയും കൊണ്ടുവന്നില്ല. കൊടുക്കൽ വാങ്ങലും കണക്ക് പറച്ചിലും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമ്മൾ മാത്രമായിട്ട് കൂടി തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് കണ്ടു. അതെ. അപ്പൊ അടുത്ത മാസം 11-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി നിശ്ചയം. എന്നിട്ട് ജൂണിൽ നല്ല നേരം നോക്കി ഒരു ചടങ്ങും. അങ്ങനെ അല്ലയോ എന്നാ? ഓ, നിശ്ചയത്തിന്റെ തീയതി ഇപ്പൊ തീരുമാനിച്ചാൽ മതി. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ. അതെ, പിന്നെ എല്ലാവരും ധാരണയില്ല. അതങ്ങനെ തന്നെയാ. എങ്കിലിപ്പോ നമ്മൾ ആളുകളോട് പറയുമ്പോ ഈ ഫോട്ടോ കാണുമ്പം അങ്ങനെ ദൂഷ്യമൊന്നും തോന്നുന്നില്ല. കളറിലായന്റെയാ. അമ്മ ആളെ കണ്ടല്ലേ? വിശ്വം, വിശ്വം, അവരിറങ്ങാൻ തുടങ്ങായിരിക്കും. വിശ്വനാഥൻ. ചെല ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ച്. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ, മൂത്തത് കളയതും എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ മാവൻ നമ്മളെ വോട്ട് ചട്ടിയില്. കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ?
ഒരു 2.5-3 കൊല്ലം മുമ്പ്. ഏയ് ഞാനതൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക, കോളേജില. മൂവാറ്റുപുഴയും തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അമ്മാവ? അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന്. ഇപ്പൊ പിടി കിട്ടിയോ? നിങ്ങൾക്ക് ആള് മാറിയിരിക്കും, എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ ഗോവിന്ദ പിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ. നിന്റെ പുറത്തിട്ടൊരു വീക്ക് എന്നെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്? ആഹാ, പിന്നെ ഉരുളാൻ നോക്കാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണ പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. എന്നോട് പോകാനാ പറഞ്ഞേ. വിശ്വ, നീ ഇനി വരാൻ. വിശ്വ, വിശ്വ, എടാ വിശ്വ. തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങിച്ചിട്ടും പറ്റില്ല. അവരെന്ത് പറഞ്ഞാ? നിന്റെ ആ കിഴവൻ എന്തോ വട്ട് പറഞ്ഞെന്ന് വെച്ചേ. കിഴവന് വിട്ടൊന്നുമില്ല, നല്ല സ്വഭാവമുണ്ട്. എന്തിനാ കൂടുതല്? ഉപകാരമൊന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് ഒരുത്തം മതിയല്ലോ. എവിടെ എനിക്ക് എവിടെ അറിയാവൻ? എടാ എടാ വിശ്വം, പറയടാ, എന്താ ഉണ്ടായത്? പറ. ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛാ, അങ്ങനെ ആള് മാറിയതാ. എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെയോ കണ്ടിട്ട്. സത്യം പറയടാ. എന്താ അവിടെ? വാതിൽ തുറക്കൂ, തുറക്കാൻ. നേരെ പറഞ്ഞ് നിന്നെ ഞാൻ വിടൂ. അച്ഛനോട് ഞാൻ നേരെ പറയൂ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇത്? വാതിൽ തുറക്കാൻ. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനത് ബോധ്യമാകും. അച്ഛനെന്തിനാ ദേഷ്യപ്പെട്ടത്? ഏയ് ചുമ്മാ. അറിഞ്ഞല്ലോ, സംഗതി അലങ്ങി. അറിഞ്ഞു. നിനക്കതിൽ പ്രയാസമൊന്നുമില്ലേ? സന്തോഷമാണോ? ഹാവു, ഏതായാലും അദ്ദേഹം കാരണം അങ്ങനെ ചില സഹായങ്ങളും ഉണ്ട്. അത്രയും നല്ലത്. ആര് കാരണം? അല്ല, അത് ഞാൻ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറയായിരുന്നേ. ഒരു ദൈവഭക്തൻ. ഹാ ബൽബാന്ധവാ, എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എന്റെ കുഞ്ഞിവിടെ വരിക സുമകളെ. എനിക്കാണേലും എപ്പോഴും പേടിയാ. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഓ, അങ്ങനൊന്നും എളുപ്പം തെറ്റിപ്പോകുന്ന മനസ്സല്ല വിശ്വനാഥന്റേത്. അല്ല, എന്നാലും ഈ ജോലി, കല്യാണം, പെരുവണി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ചേച്ചി അതൊക്കെ നടക്കേണ്ട സമയത്തേ നടക്കൂ. അതെനിക്കറിയാം. അതെപ്പോഴെങ്കിലും കിട്ടിക്കോട്ടെ. എന്റെ പ്രയാസം അതല്ല എന്റെ സുമകളെ. അച്ഛനും മോനും തമ്മിൽ നേർക്കുനേരെ വേണ്ടിയിട്ട് 1.5 മാസമായി. രണ്ടുപേരും വാശിയില്ല. അവനാണെങ്കിൽ ഇപ്പോഴിപ്പോ വന്ന് ഒറ്റ ജോലിക്കും അപ്ലൈ ചെയ്യുന്നില്ല.
സാവിത്രി, സാവിത്രി, എടി സിന്ധു, നിന്റെ അമ്മയെ വിളിക്ക്. അമ്മേ. ഓ, ദാ, ഇതെന്താ തേങ്ങാക്കാരടുത്ത് പോണെന്ന് പറഞ്ഞു പോയിട്ട്? അങ്ങോട്ടേക്കൊന്നും പറഞ്ഞ് തന്നെ ഇറങ്ങിയത്. പക്ഷെ വഴി പോസ്റ്റ് ഓഫീസിലൊന്ന് കേറി. എന്തോ അങ്ങനെ തോന്നി. ഇതെന്താ ഇത്? നമ്മുടെ കുഞ്ഞിനൊരു ജോലി, ഈശ്വര. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പിന്നെ ഒന്നിനും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അതെ. ഇതേ അവനൊരു 8-9 മാസം മുമ്പ് മദ്രാസിലൊരു ഇന്റർവ്യൂവിന് പോയത് ഓർമ്മയുണ്ടോ? ഒരു മെറൈൻ എക്സ്പോർട്ട് കമ്പനിയുടെ ഇന്റർവ്യൂ. നമ്മുടെ വിളയിലെ രാജിന്റെ വീട്ടിൽ താമസിച്ച് പോയ ഇന്റർവ്യൂ. ആ ആ. അതിന്റെയാ. അയ്യോ, അത് നല്ല ജോലിയല്ലേ? പിന്നെ 3 മാസത്തേക്ക് പ്രൊബേഷൻ, അത് കഴിഞ്ഞാൽ പെർമനന്റ്. എവിടെയാ അവൻ? വിശ്വം. ദേ, അവൻ ആ പാടത്തോ പറമ്പിലോ എങ്ങാനും കാണും. നീ പോയി വിളിച്ചോണ്ട് വാ. അപ്പോ ജോലി മനസ്സിലായിരിക്കോ? അല്ല, തൽക്കാലം കൊച്ചിയില്. കൊച്ചിയിൽ അവരുടെ ഹെഡ് ഓഫീസ്. പിന്നെ മദ്രാസിലോ വിശാഖപട്ടണത്തോ ബോംബെയിലോ എവിടെയൊക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ടോ അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പോട്ടെ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. 41 ചൊവ്വാഴ്ച തൊഴുത് തയ്ക്കുന്നതിന് മുമ്പ് അവന് ജോലി കിട്ടുന്ന ആ ജോത്സ്യൻ പറഞ്ഞത് എന്ത് അച്ചട്ടായെന്ന് നോക്കിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ജോലി കിട്ടിയിട്ട് എടുക്കാൻ വെച്ചിരുന്ന പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ബ്ലേഡ് വാങ്ങിക്കാൻ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടായല്ലോ. ഇനിയിപ്പോ നിനക്കാരാ കല്യാണക്കാരൻ വരുന്നതെന്ന് ഞാൻ കൂടി ഒന്ന് അറിയും. ആരായിരിക്കും? ആരായാലും നല്ല സ്വയം പയ്യനായിരിക്കും. വല്ല ഡോക്ടറോ IAS എഞ്ചിനീയറോ. അയ്യോ, നീ നോയിക്കോടി പെണ്ണേ, ഒരു 6 മാസം ഒന്ന് തള്ളട്ടെ, ഞാൻ കാണിച്ചു തരാം. ഏതായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഈ കാടും പടലും ഒക്കെ ഒന്ന് തെളിഞ്ഞാൽ തന്നെ ഐശ്വര്യമായി. നല്ല പാടാ. കമീൻ. ചാർജ് എടുത്തോ? സർ. ഇരിക്കേ. നല്ല ദിവസവും നേരവും ഒക്കെ നോക്കിയാണോ ചാർജ് എടുക്കാൻ വന്നത്? സർ. അമ്പലത്തിൽ പോയോ? പോയി. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണോ? സർ. അത്രയും നല്ലത്. ഗോപി, ഒന്നിങ്ങോട്ട് വരൂ. പ്രൊബേഷൻ എന്ന് പറയുമ്പോ എല്ലാ സെക്ഷനിലും ഒരു 2 ആഴ്ച വീതം ട്രെയിനിങ് ഉണ്ടാവും. പ്രൊബേഷൻ തീരുന്നത് വരെ മാസം 1500 രൂപ തരും. സർ. പ്രൊബേഷൻ തീർന്ന് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കപ്പാസിറ്റിയും നോക്കിയിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിലോ സെക്ഷനിലോ പോസ്റ്റ് ചെയ്യും. ശമ്പളവും നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും നോക്കിയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ സീറ്റില് നിങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അന്നത്തെ മദ്രാസ് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയൊരു പയ്യൻ, എ കന്നഡ ബോയ്, രാമകൃഷ്ണ. അവൻ പോയതുകൊണ്ടായി ഇപ്പൊ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാർഡ് അയച്ചത് അല്ലേ? അവനെ ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഫിക്സ് ചെയ്യുന്ന 3000 രൂപയ്ക്ക്. സർവീസിലിരുന്നെങ്കിൽ he would have been my marketing manager in another 1 year. അല്ലേ ഗോപി? അതെ, ഓൾ ഫെയ്റ്റ്. അവനൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് മരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം. അവന്റെ കസേരയിലാ വിശ്വാസൻ ഇരിക്കുന്നത്. പേടിയുണ്ടോ? ഇല്ല, ഈ സിറ്റിയിലായതിന്റെ ഒരു പേടിയേ ഉള്ളൂ. എന്താ ഈ സിറ്റിയില്? അല്ല, ഇവിടെ ഒരുപാട് ട്രാഫിക് അപകടങ്ങള്. സൂക്ഷിച്ചാ മതി. വണ്ടിയുണ്ടോ? ഇല്ല. അവന് ഇവിടെ വന്നിട്ട് വാങ്ങുകയായിരുന്നു. ആ, വണ്ടി എടുത്താലും വെള്ളം അടിച്ചോണ്ട് ഓടിക്കായിരുന്നാ മതി. ഇപ്പൊ നിങ്ങള് ഗോപുരുടെ ചെല്ല്. ഹി വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ദ സ്റ്റാഫ്. സർട്ടിഫിക്കറ്റ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്തേക്കാൻ ആ ഹെഡ് ക്ലർക്കിനോട് പറയും. സർ. താങ്ക് യു സർ. ആ, ദാ, ഇവിടെ ഒരു ഒപ്പിടൂ. പേരെഴുതണോ? വേണ്ട. ഞാൻ ഈ പുള്ളിയെ പറ്റി കേട്ടിട്ടുണ്ട്. കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മിടുക്കന. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കൊരുത്തൻ ഇത്രയിടത്ത് ബ്രാഞ്ചും. അയ്യോ, ബ്രാഞ്ചിന്റെ എണ്ണം കണ്ട് വരലല്ലേ. എന്റെ ഉപ്പാപ്പനൊരു ഭയങ്കര തട്ടിപ്പുകാരനുണ്ട്.
അങ്ങനെയുള്ള ഒരു കൺസേണിന് ലെറ്റർ പാഡിൽ 21 ബ്രാഞ്ചാ ലോകം മുഴുവൻ. അല്ല, എം ഡി അങ്ങനല്ല, ഈ സോളിഡ്. എം ഡി എന്നുള്ള അങ്ങേരെ പേരാ. മോഹൻദാസ് എന്നാ പുള്ളിയുടെ പേര്, അതാ എം ഡി. എല്ലാരും എം ഡി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാനേജിംഗ് ഡയറക്ടർ എന്നുള്ളതിന്റെ. അല്ല, പുള്ളി എങ്ങനെയാ, സ്വല്പ കോടിയാണോ എന്തോ. സ്റ്റാഫിൽ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 4-5 പേരെ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്നിനെയും കേറി പ്രേമിച്ചു കളയരുത്, ഒക്കെ അങ്ങേരെ പെറ്റ്സ് ആയിരിക്കും. ജോലി പോവും. എല്ലാരും നിങ്ങളെ പോലെയെന്ന വിചാരം. ഏ? അപ്പൊ താമസം? മുറിയെടുത്തു, തരക്കേടില്ല, വാടകം കുറവാ. ഓഫീസിന് അല്പം ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. എവിടാ? ഏഞ്ചൽ കിങ് ടൂറിസ്റ്റോ. ഏഞ്ചൽ കിങ്, കുഴപ്പമില്ല. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും സുഖമായി എന്ന് പറഞ്ഞാ മതിയല്ലേ? സുഖമൊക്കെ തന്നെ. പിന്നെ ഈ സിറ്റിയിലായതിന്റെ ഒരു മറ്റവൻ പ്രശ്നമല്ലോ ഉണ്ടായോ? ഏയ്, ഈ ഒരാഴ്ചക്കുള്ളൊന്നുമില്ല. എന്നാലും അന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ഒരു കിടിലം അല്ലേ? പുള്ളി സ്ഥലത്തേക്കുണ്ടോ? ഉണ്ടാവണം, പക്ഷെ ഈയിടെ അങ്ങനെ തല പൊക്കുന്നില്ല. ഒരു 3 മാസം മുമ്പ് റെയിൽവേ ട്രാക്കിനടുത്തുനിന്ന് ഒരു ബോഡി കിട്ടി. അവനാണോ? അല്ല, അവന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തന്റെ ആന്നാ പറയുന്നത്. തട്ടിയതാ, തട്ടിയിട്ട് കൊണ്ട് ഇട്ടതാ. അവൻ തട്ടിയതാണോ? ആകാം, ചിലപ്പോ അവന്റെ ശത്രുക്കൾ ചെയ്താകാം, അവനെ കിട്ടാത്ത വാശിക്ക്. ഈശ്വര. അതെ, ആ ആളെ അയക്കാം. അത് മതിയല്ലോ. ശരി ശരി, ഓക്കെ. സർ, സർ, ഇതിനൊരു റിപ്ലൈ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഹീസ് എ ഡിറ്റർജന്റ്. പ്രിപ്പയർ ചെയ്തു. ദാ, ഈ ഫുള്ളറി ആരും അറിയണ്ട. ഇത് എന്നെയല്ല, എം ഡിയെ കാണിക്കേണ്ടത്. ഗോ. അമ്പിളി സാർ എഴുന്നേൽക്കാണോ? എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോ ജനലിൽ നിന്നുള്ള കാറ്റും കൂടെ കിട്ടും. ഇന്നത്തെ ആ ചമ്മൽ ആരെങ്കിലും അറിഞ്ഞിരുന്നേൽ ആകെ നാറിപ്പോയനെ. എം ഡി അറിയാൻ ഞാൻ നന്നായി. അറിഞ്ഞാൽ ചിലപ്പോ പ്രൊബേഷൻ ഇന്നുകൊണ്ട് അവസാനിച്ചേനെ. ഓഫീസർ കാണേണ്ട കോൺഫിഡൻഷ്യൽ ലെറ്റർ സ്റ്റെനോയെ കൊണ്ട് കാണിക്കുന്ന അയാളിനെ അങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കോ? ഹീസ് എ ഷൂഡ് മാൻ, വെരി ഷൂഡ്. ആരുടെയോ ഗുരുത്വം. ഏതായാലും ആ ലെറ്ററിന്റെ ഡ്രാഫ്റ്റിംഗ് കണ്ട് എം ഡി മലന്നിരിക്കുക. ആണോ? അതെ, അത് എന്ത് പെട്ടെന്ന് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. പുള്ളി അത് തന്നെ പറഞ്ഞു. അത് പിന്നെ അമ്പിളിയെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് അന്നേരത്തെ സ്പീഡിന്.
സാറേ ചോറാറും എടുത്തോണ്ട് വെച്ചിട്ട് നേരം കുറെ ആയി. ഇനി ഇരുന്നാല് ഇന്ന് നല്ല തൈര് കിട്ടി. പാട്ടയല്ല, പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പാല് കൊണ്ട് കൊടുത്ത് ഉറവിപ്പിച്ചതാ. ആഹാ പാട്ടാ വയറിന് കേടാ. ദാമോദരനായരുടെ വീട്ടിൽ എത്ര വശമുണ്ട്? പശു വന്നേ ഉള്ളൂ. എരുമയുണ്ട്, 3 എരുമ. 3 പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഇന്നെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. അതിൽ നിന്ന് 300 രൂപ അങ്ങോട്ട് അയക്കുന്നു. 100 രൂപ അമ്പലത്തിൽ കൊടുക്കണം, എന്റെ നേർച്ചയാണ്. 250 രൂപ ശാപ്പാട് കഴിക്കുന്ന ഹോട്ടലിൽ കൊടുത്തു. 280 രൂപ മുറിവാടകയായി. ഡോബിക്കും മറ്റുമായി 75 രൂപ പോയി. പിന്നെ ഒരു ടേബിൾ ഫാനും ചില്ലറ സ്റ്റീൽ ഫർണിച്ചറും വാങ്ങാനായി ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ചേർന്നു. ആ വകയിൽ 200 രൂപ അടച്ചു. ബാക്കി രൂപ എന്റെ കയ്യിലുണ്ട്. ഇവിടെ ഓഫീസിൽ MD-ക്ക് എന്നെ വലിയ കാര്യമാണ്. ചിലപ്പോ പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ പെർമനന്റ് ആക്കിയേക്കും എന്നുവരെ ഓഫീസിൽ സംസാരമുണ്ട്. അവിടെ സിന്ധുവിനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലല്ലോ. മറുപടി അയക്കണം. ശേഷം അടുത്ത കത്തിൽ. കണ്ടിട്ട് അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്താ അമ്പിളി ഇത്ര വൈകിയത്? Come in. മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. സോറി, ബസ് ലേറ്റായി. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ബസ് കിട്ടിയില്ലേ ഓട്ടോ പിടിച്ചു വരണം. ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. ഈ മാസം ആരും അധികം ലീവ് എടുക്കരുത് സർക്കുലർ ഇറക്കുക തന്നെ അത്ര കണ്ട് വർക്കുള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കാതെ വൈകി ഓഫീസിലെത്തുന്നവരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അക്കാരി എഴുതി തന്നിട്ട് സ്ഥലം വിട്ടേര്. ഐ എം സോറി സർ. ഡോണ്ട് ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ്. ഇല്ല സർ. പോയിക്കോളൂ. Come on, let's proceed. സ്വീറ്റ് ഹാർട്ട് കരഞ്ഞോണ്ട് പുറത്തേക്ക് പോണത് കണ്ടു. സ്ഥലം വിട്ടിരിക്കില്ല, ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഒരു മുൻചുണ്ടിക്കാരനാ. പിന്നെ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്നാലുണ്ടല്ലോ. മതി കളിയും തമാശയൊക്കെ. വൃത്തിയായിട്ട് റാസ്കൽ. താനിങ്ങനെ മിടുക്കനാവും മറ്റും വേണ്ട. ഞാൻ ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഐ ടെൽ മൈ ബ്രദർ ആൻഡ് ഫാദർ. എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? താനിപ്പോ ഓട്ടോറിക്ഷ വെച്ച് എന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തേ? നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ ഞാൻ പോലീസിന് എഴുതി കൊടുക്കും. എന്നത്തെ കാര്യമായി പറയുന്നത്? ഇന്ന്, ഇപ്പോ, 1 മണിക്കൂറിന് മുമ്പ്. ഒന്നും അറിഞ്ഞൂടല്ലേ? നിങ്ങൾ ഈ പറയുന്ന സംഭവം 1 മണിക്കൂർ മുമ്പാന്നല്ലേ പറഞ്ഞത്? ദാറ്റ് മീൻസ് 11 അല്ല. 11 ആയപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി. 10:30. ഓക്കെ, നിങ്ങൾ പോയി MD-യോട് ചോദിക്കൂ ഞാൻ ഇന്ന് രാവിലെ എത്ര മണി മുതൽ ആ റൂമിലുണ്ടെന്ന്. 9:30 മുതൽ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുക. ഇപ്പോഴിറങ്ങിയത്. പോയി ചോദിക്ക്. വെറുതെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കണ്ട. എന്നെ കൊണ്ട് വയ്യ, അങ്ങനോട് പോയി ചോദിക്കേ. എന്നാ പിന്നെ വേറെ ആരോട് വേണേ ചോദിക്ക്. എട്ട്ലാർക്കോട് ചോദിക്ക്, അല്ലെ മഞ്ജുവിനോട് ചോദിക്ക്. മഞ്ജു പറഞ്ഞ വിശ്വാസമാവല്ലോ.
ഞാൻ വരുമ്പോ 9:30. അപ്പൊ വിശ്വനാഥൻ സീറ്റിലുണ്ട്. അതിനു മുമ്പേ വന്നു. ഞാനൊരു 9:15 എത്തുമ്പോഴേ അയാൾ ഇവിടെ ഉണ്ട്. എന്താ അമ്പിളി? MD ഒരു 9:45 വന്നു. അപ്പൊ മുതൽ പുള്ളി MDയുടെ റൂമിലാ. എന്തോ ടാക്സിന്റെ പ്രോബ്ലാ. പിന്നെ ഇപ്പോഴാ ക്യാബിന് പുറത്തു വരുന്നത്. എന്താ കുട്ടി സംഗതി? കാര്യം പറ. ആണോ? അല്ല, ആ കൈയുടെ റിസ്റ്റ് ഞാൻ കടിച്ചു മുറിച്ചതാ. മുറിഞ്ഞ ചോര വരുന്നത് ഞാൻ കണ്ടതാ. അത് ഞാനല്ല, പിന്നെ ഉത്തമൻ. സുഗുൺ കുമാർ, ജോസഫ്, സന്തോഷ്, സുബ്രഹ്മണ്യം, ലത്തീഫ്, എന്നെ പോലിരിക്കുന്ന വേറൊരുത്തൻ. എനിക്കാളെ മനസ്സിലായി. അത് പിന്നെ പറയാം. ഇന്നെന്താ ഉണ്ടായത്? 9:15 ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. 9:30 മുമ്പ് നിങ്ങൾ അവിടെ വന്നു. ഞാനല്ല, അവൻ. അതെ, അവൻ വന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അമ്പിളി അങ്ങോട്ട് കയറി സംസാരിച്ചാണോ? അതെ, നിങ്ങൾ എന്നെ കണ്ടില്ല. ഞാനല്ല. സോറി, അവൻ. 9:30 ബസ് നിർത്താതെ പോയി. അന്നേരം അവൻ പറഞ്ഞു ഓട്ടോ എടുക്കാമെന്ന്. ഓട്ടോയുടെ കൂലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ കയറി. ഡ്രൈവർക്ക് വഴി മാറി മാറി പറഞ്ഞു കൊടുത്തപ്പോഴാ എനിക്ക് ഉദ്ദേശം മനസ്സിലായത്. ഡ്രൈവർ അവന്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. ചാടാൻ നോക്കിയിട്ട് അത് സമ്മതിച്ചില്ല. പിടിയും വലിയായി. ഫിസിക്കലായിട്ട് ഓവർകം ചെയ്യാനുള്ള ഡർട്ടി ശ്രമങ്ങൾ. ഒടുവിൽ ഒരു ലോറി കുറുകെ വന്ന് ചാടി ഓട്ടോയുടെ സ്പീഡ് കുറഞ്ഞപ്പോ ഞാനൊരു വിധത്തിൽ പറിച്ചു ചാടി. ആള് കൂടാൻ തുടങ്ങുന്നു തോന്നിയിട്ടായിരിക്കും അവ സ്ഥലം വിട്ടു. ഞാൻ പിന്നെ അവിടുന്ന് വേറെ വണ്ടി പിടിച്ച്. അമ്പിളി അവനെങ്ങനെ അഡ്രസ് ചെയ്ത്? പേര് വിളിച്ച്. എങ്ങനെ? വിശ്വനാഥൻ എന്ന് പറയുമ്പോ അവന് മനസ്സിലായിരിക്കുന്നു അവനെ പോലെ ഒരു വിശ്വനാഥൻ ഉണ്ടെന്ന്. എന്റെ പേരും അവനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതെ, നൗ യു ഹാവ് ടു ബി ഡബിളി കെയർഫുൾ. എന്തായിരുന്നു വേഷം? അത് ചോദിച്ചോ? ചോദിച്ചു. ബ്ലാക്ക് ഷർട്ടും ജീൻസും. ബ്ലാക്ക് ഷർട്ടും ജീൻസും. അവനെ മിക്കവരും ഇതുമാതിരി കടും നിറത്തിലുള്ള വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഐദർ ബ്ലാക്ക് ഓർ റെഡ് ഓർ ബ്രൗൺ. വന്നു വീഴും. ഏതായാലും ആ പെണ്ണിന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടോ? സഹതാപം കൂടിയിട്ടുണ്ട് എന്റെ പ്ലൈറ്റ് കേട്ടിട്ട്. ഈ സഹതാപം കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് അനുരാഗം കൂടുക എന്ന് പറയുന്നത്. ഷേ, പാവം കുട്ടി. ഏതായാലും ആ കൊച്ചിന് ഇനി ആള് മാറി പോവാതിരിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും. ഒരു പച്ച കുത്ത്. അതും അവളെ മാത്രം കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ ആരും കാണാത്ത എവിടെയെങ്കിലും കാച്ച്. എവിടെ മതി? ദാ വന്നു. ഉടുക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് കണ്ടാ മതി, അല്ലാതെ വലിയ അണിഞ്ഞൊരുങ്ങൊന്നും വേണ്ട. ദാ വരുന്നേ. കൊള്ളാം, നല്ല കളറ്. കൊള്ളാവോ? സാരി കൊള്ളാം. ഇപ്പൊ ഇതൊന്നും വാങ്ങാൻ നിൽക്കണ്ടായിരുന്നു. പെർമനന്റ് ആയിട്ട് മതിയായിരുന്നു ഇതൊക്കെ. അച്ഛന്റെ വിചാരം ഞാൻ പുള്ളിക്ക് മാത്രം ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നാ. കൊണ്ടുവന്നിട്ടുണ്ടോ? സന്ധ്യ ആവട്ടെ, എടുത്തു കൊടുക്കാം. ചേട്ടാ നേര് പറ, ഈ സാരി ആര് സെലക്ട് ചെയ്തെന്നതാ? ചേട്ടൻ ഏതായാലും ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്താനൊന്നും വളർന്നിട്ടില്ല. ഏതോ നല്ല ടേസ്റ്റ് ഉള്ള പെമ്പിള്ളേര് സെലക്ട് ചെയ്ത് തന്നല്ലോ ഇത്. ഉള്ളത് പറ. അതെ. ആരാ പെണ്ണ്? പെണ്ണ് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു പെണ്ണ്. പേര് അമ്പിളി. കല്യാണം കഴിച്ചാണോ? അല്ല. സുന്ദരിയാണോ? അതെ. എവിടുത്തെ കാര്യ? അവിടുത്തെ ഏരിയ തന്നെയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ അഡ്വക്കേറ്റാ. ഒരു ചേട്ടനുള്ളത് അഡ്വക്കേറ്റാ. വേറെ പ്രാരാബ്ദമൊന്നുമില്ല. ജാതി? നമ്മുടെ ജാതി. അമ്മേ കേട്ടോ ഇത്? ഓ, അതിനിപ്പോ എന്താ? ടൗണിലാവുമ്പോ അങ്ങനെയൊക്കെയാ. തുണി എടുത്തു കൊടുത്തെന്നും കൂടെ സിനിമയ്ക്ക് പോയെന്നും ഒക്കെ ഇരിക്കും. അവിടെയുള്ള പെമ്പിളർക്ക് അതൊന്നൊരു ദൂഷ്യമല്ല. ശരിക്കും കൊളുത്തി കിടക്കാണോ? അയ്യേ, പയ്യൻ നല്ലതാ, എഞ്ചിനീയറുവാ. സിന്ധുവിന് നല്ല മാച്ചും ആയിരിക്കും. വിശ്വത്തിന് അറിയായിരിക്കണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ നേരല്ലയോ? അതെ. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് പറയല്ല. നല്ല സ്വഭാവമാ. എനിക്ക് എത്ര കാലമായിട്ട് അറിയാവുന്ന കുട്ടിയാ. ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും അന്നത്തെ മട്ടും പടിയും തന്നെ ഇപ്പോഴും. ഞാൻ വെറുതെ സിന്ധുവിന്റെ ജാതകം ഒന്ന് ഒത്തു നോക്കി. ഒരു ചേർച്ചക്കുറവില്ല. ആഹാ, അതും കഴിഞ്ഞോ? പിന്നല്ലാതെ. പക്ഷെ സുമങ്ങളെ, അത്രയും നല്ലൊരു പയ്യനെന്ന് പറയുമ്പോ അതിനനുസരിച്ച് നമ്മളും എല്ലാം ചെയ്യണ്ടേ? കാശായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഒരു 10-30 പവന്റെ ആഭരണമെങ്കിലും ഇട്ടയക്കണ്ടേ?
അത് പിന്നെ നമ്മുടെ വില കളയാത്ത തരത്തില്. ആ അതാ 30 പവനെന്ന് പറയുമ്പോഴേ ഇപ്പൊ രൂപ 75,000. നമ്മൾ വിചാരിച്ച ഇപ്പൊ ഉടനെ എവിടുന്നാ 75,000 1 ലക്ഷം. കുറെ പുഞ്ചിയോ പാടോ കൊടുക്കാന്ന് വെച്ചാ ഇപ്പൊ ആർക്കാ നെൽകൃഷി വേണ്ട? ഓ അതൊക്കെ അവളുടെ തലയിൽ എന്ത് എഴുതിയോ അതുപോലെ നടക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ ആലോചന വിടണ്ട. നമുക്ക് 2 മാസത്തോടെ നിശ്ചയം നടത്തി ഉറങ്ങിച്ചെഞ്ഞ് കഴിച്ചു വെക്കാം. ഒരു 8-9 മാസത്തിനപ്പുറത്ത് കല്യാണം. അത് മതി. എങ്കിൽ നമുക്ക് നടത്താം. ഞാനൊരു ചിട്ടിക്ക് ചേരുന്നുണ്ട്. നമ്മുടെ ആവശ്യം വരുമ്പോ ഒരു 10-70 രൂപ പിടിക്കത്തക്ക രീതിയില്. അച്ഛനോട് പറഞ്ഞോ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാൻ. ഞാനല്ലേ പറയുന്നേ. നല്ല ബന്ധമാ ചേച്ചി, വിടണ്ട. വിശ്വം പറയുന്ന പോലെ ചെയ്താ മതി. ഭഗവാനെ, വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നോക്കിയപ്പോ വലിയ പ്രതിഷേധമൊന്നും കാണാനില്ല. എന്താ ധൃതി? ധൃതിയോ? കൂടെ പഠിച്ചിരുന്നവന്മാരിലെ എന്നേ പെണ്ണ് കിട്ടി കഴിഞ്ഞു. ചിലര് 2 തന്തമാര് വരെയായി. ഇവിടെ അമ്പിളിയുടെ വീട്ടിലെങ്ങനെ? അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പി ആയിരിക്കണം തോന്നുന്നു. ഒരു ദിവസം വീട് വരെ ഒന്ന് വരേണ്ടി വരും. ഇപ്പൊ വേണേ വരാലോ. ഇപ്പൊ വേണ്ട, വരേണ്ടപ്പോ ഞാൻ പറയാം. ഓഫീസിൽ എംഡിയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്തോ. അങ്ങേരുടെ കാര്യം നമ്മൾ എന്തിനാ തിരക്കുന്നേ? അല്ല, പുള്ളി ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാന്നല്ലയോ പറയുന്നത്. പ്രത്യേക സ്വഭാവമൊക്കെ എടുക്കേണ്ടവരടുത്ത് എടുക്കൂ. പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഒടുവിൽ പെണ്ണുമില്ല കാശുമില്ല. അല്ലടാ ബാസ്റ്റേഡ്. അയ്യോ, നീ എന്താ വിചാരിച്ച് എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്നും ചാടത്തില്ലെന്ന്? ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2000 രൂപ എണ്ണിത്തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ. പ്ലീസ് ലിസൺ ടു മീ. അഭ്യാസം ഇറക്കാതെ വെയ്യടാ പട്ടി കാശ്. മാന്യത വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പൊയ്ക്കോളൂ എന്ന് കരുതി. എനിക്ക് അതിൽ കുറച്ചുള്ള മാന്യത മതി. എടാ, സ്ട്രീറ്റിൽ നിന്ന് വന്നവനാ ഞാനും. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടാ കാശുണ്ടാക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്കിനെ കാണിച്ചു തന്നിട്ട് 2000 രൂപ കൊടുത്താൽ അവളെ ബുക്ക് ചെയ്തുകൊണ്ട് തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങിയ കള്ളം. 2000 ഉലുവ പോയത് മിച്ചം. ഇന്ന് വരെ പെണ്ണിനെയും കണ്ടിട്ടില്ല, ഇവനെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, പക്ഷെ അത് ഞാനല്ല. സി, എന്റെ അഡ്രസ് കാർഡ്. ഐ എം വിശ്വനാഥൻ. ഇവിടെ ഫീനിക്സ് എക്സ്പോർട്സിലെ പ്രൊഫഷണൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ഈ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം ബിഫോർ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ്. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. മൈ ഓഫീസ് നമ്പർ ഇസ് ദർ. യു കാൻ ടോക്ക് ടു മൈ ഓഫീസർ. ഹി വിൽ കൺഫേം മൈ സ്റ്റേറ്റ്മെന്റ്സ്. വണ്ടി കയറ്. വണ്ടിയില് ഫോൺ ചെയ്യണ്ട, ഞാൻ വരാൻ നിന്റെ കൂടെ. സർ, ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞുതരണ്ട.
സി ദിസ് ഇസ് മൈ ഓഫീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിയെന്ന്. ഇൻഫാക്ട് ഞാൻ മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് സേ ബൈ 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5 അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദേർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ. Yes. ഭയങ്കര പങ്ക്ച്വലാണല്ലോ. ഇരിക്ക. താനൊരു ഡ്രിങ്ക് കഴിക്കുന്നോ? വേണ്ട സർ, താങ്ക്സ്. അതെന്താ? ഒന്നുമില്ല സർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ. ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്തു നോക്കി. സർ, ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2-2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന. എനിക്കത് പറ്റിപ്പോയേനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈശ്വര വിശ്വാസം. അല്ല സർ, ഒരു പക്ഷേ 1 മാസം കഴിഞ്ഞാണ് കുര്യച്ചൻ നിന്നെ കാണുന്നതെങ്കിൽ നീ ഒരിക്കലും എക്സ്പോസ്ഡ് ആവുകയില്ലായിരുന്നു.
നമ്മൾ തമ്മില് അന്ന് കണ്ടില്ലല്ലോ. സാർ ഞാൻ ജീന ജോസഫിന് കൊടുക്കാനെന്നും പറഞ്ഞ് കുര്യച്ചന്റെ നീ വാങ്ങിച്ച 2000 രൂപയില് 1000 ഇട്ടത് ഞാനാ. അത് നീ അറിഞ്ഞില്ല അല്ലേടാ ബാസ്റ്റേർഡ്. നീ വിടല്ലേ അങ്ങനെ പോയാലോ? ഇങ്ങോട്ട് പാടാ. നിന്നെ മിണ്ടരുത്. വിടന്ന മതി മതി. ആ ചട്ടാ പിന്നെ നമ്മൾ ഉത്തരം പറയണം. ആഹാ. പൊയ്ക്കോട്ടെ എരപ്പാളി. അവന്റെ കാശ് കിട്ടാനല്ലേ നിനക്ക് തന്നത്. ഇത്രയും നാൾ നല്ല പിള്ള കളിച്ച് എന്നെ എന്റെ ബിസിനസിനെ ചീറ്റ് ചെയ്തേനാ. മേലാലി അഭ്യാസം വേറെ ഒരിടത്ത് നീ ഇറക്കരുത്. സാർ ഞാനല്ല നിങ്ങളെ ചീറ്റ് ചെയ്ത്. എന്നെ പോലെ ഇരിക്കുന്ന വേറൊരുത്തരും ഈ സിറ്റിയിലുണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് മീ. അവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് എ വാണ്ടഡ് ക്രിമിനൽ. പിന്നെ മടിയാക്കാൻ നോക്കുന്നു. Get out from this room. All right. Bastard. പോരാറങ്ങി. എടാ പിമ്പ് റാസ്കൽ, നാളെ മുതൽ നിന്നെ എന്റെ ഓഫീസിൽ കണ്ടുപോരുത്. ഓഫീസിലെന്നല്ല, അറിയാതെ പോലും എവിടെങ്കിലും വെച്ച് എന്റെ മുമ്പിൽ ഒന്ന് ചാടിപ്പോയാൽ that will be your funeral. എന്താ ആശാനെ, കോടവല്ലാണോ? പോടാ. ഞാൻ നിന്റെ എം ഡിയുമായിട്ട് ഫോണിൽ നേരിട്ടും സംസാരിച്ചു. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞിട്ടും അയാൾക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. അഥവാ സംഭവം നമ്മൾ പറയുന്ന ആ നേരം നാണേ തന്നെ ഇനിയിപ്പൊ നിന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് അയാൾ പറയുന്നു. പുള്ളിയുടെ മറ്റേ മുഖം വിഷത്തിന്റെ അടുത്ത് എക്സ്പോസ്ഡ് ആയി പോയല്ലോ, അതിന്റെ ചമ്മലായിരിക്കും. ഇനിയും പ്രസ് ചെയ്യണോ? വേണേൽ ഇനി അതൊരു വിരട്ടുമുറയിലായിരിക്കണം. വേണ്ട, ഇനിയത് ശരിയാവുകയില്ല. ചേട്ടാ, ഇവൻ കാരണം നിനക്ക് ജീവിക്കാൻ പറ്റാണ്ടായിരിക്കാണല്ലോ. അതെ ജോർജെ, ഞാൻ ഏതായാലും പുറം നാട്ടിലേക്ക് പോകുന്നില്ല. പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ അവനും ഞാനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് വരെ ഞാനിനി വേറൊന്നിനും ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ക്രോസ് റോഡിലും അവൻ വന്ന് നിൽക്കുക. നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമാവണ്ട, എനിക്ക് വേറെന്താ ജോലി? ഞാനൊരു കൊച്ചു മുറിയിലേക്ക് മാറാൻ പോവാ. 100-150 രൂപ മാസവാടയുള്ള മുറി. ഒരു 1-1.5 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ട്. ഈ മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്തതിന്റെ സാലറി അയാൾ തരും. അത് ആംബ്ലിയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വല്ലാതെ മുട്ടുവരികയാണെങ്കിൽ നിന്നെ തന്നെ വന്ന് പിടിക്കും. സാരമില്ല. അമ്പിളി എന്ത് പറയുന്നു? എന്തു പറയാനാ, MD അവളെ വിളിച്ച് കുറെ അഡ്വൈസ് ചെയ്തു. എങ്ങനെ? വിഷു അവളെ കിട്ടിയാൽ കച്ചവടം അടിക്കുന്നോ എന്ന് പറഞ്ഞു കാണില്ല. എന്നാലും ഈ അഫയർ കുഴപ്പമാന്ന് പറഞ്ഞു. ഒരു പെറ്റേണൽ വാണി. ഏതായാലും അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ജോർജെ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏതായാലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണല്ലോ. കുറച്ച് എക്സ്ട്രാ താല്പര്യമെടുത്താൽ അവനെ നിനക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ കഴിയും. ഇവൻ ആരാണ്, എവിടുത്തുകാരനാണ്, എത്ര കാലമായി ക്രിമിനൽ ലിസ്റ്റിലുണ്ട്, ആദ്യം എന്ന് ജയിലിൽ വന്നു, പാസ്റ്റ് റെക്കോർഡ്സ്, ബയോഗ്രഫി. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ എനിക്ക് വേണ്ടി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തപ്പിപ്പിടിച്ചെടുക്കാം. ചിലപ്പോ കുറച്ച് സമയം എടുത്തേക്കും. അത് സാരമില്ല, സമയം എടുത്തോട്ടെ. അവൻ ആദ്യം ഒരു ജയിലിൽ കിടക്കുന്നത് ഒരു 9 വർഷം മുമ്പാ. അന്ന് പുള്ളിക്ക് ഒരു 18 വയസ്സ് വരും. അതിനു മുമ്പ് ചില പെറ്റി കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതിന്റെ ഹിസ്റ്ററിയ. പിന്നെ പലപ്പോഴുമാ. ഏറ്റവും ഒടുവിൽ വന്നു പോയിട്ട് ഇപ്പൊ 1.5 കൊല്ലമാവും. ഇവിടെ വരുമ്പോ പുള്ളിയുടെ അഡ്രസ് എന്താ? അങ്ങനെ വലിയ അഡ്രസ് ഒന്നുമില്ല. ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാ പുള്ളി ഇവിടെ എത്തുന്നത്. അതെ, അതിന്റെ അഡ്രസ് വേണേ ഞാൻ തരാം. അവൻ ഇവിടെ വരുമ്പോ ഞാനിവിടെ ചാർജ് എടുത്തിട്ടില്ല. എന്നാ പോകുമ്പോ ഞാനുണ്ട്. എനിക്ക് ആളെ നന്നായിട്ടറിയാം. ഇവിടെ അവൻ എങ്ങനെയായിരുന്നു? എങ്ങനായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രിമിനൽ ടെൻഡൻസിയാ. അത് പിന്നെ രക്തത്തിലുള്ളതല്ലേ, കാണാതിരിക്കുമോ? ഒരു 12 വയസ്സൊക്കെ ആയപ്പോ തന്നെ പുള്ളിയെ ചിലർ കേസുകൾ പിടിച്ച് അടി കൊടുത്തിട്ടുണ്ട്. അവസാനം പോയപ്പോ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തലവേദന തീരുകയായിരുന്നു. അവനെ ഇവിടെ ആരും കൊണ്ടുവന്നാക്കി? ഞാനിവിടെ ഇല്ലായിരുന്നോണ്ട്
എനിക്ക് അതേപറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു അനാഥാലയത്തിൽ നിന്നാ അവനിവിടെ കൊണ്ടാക്കിയത്. ഏതാണ്ട് 10-11 വയസ്സുള്ളപ്പോ. ഒരു 4-5 വയസ്സുള്ളപ്പോ തന്നെ അവനൊരു പ്രോബ്ലം ചെയ്യില്ലായിരുന്നു. അന്ന് ഞാനിവിടെ ഉണ്ട്. 10-11 വയസ്സ് വരെ ഞങ്ങൾ ശരിക്കും നോക്കി. പക്ഷെ ഞങ്ങളുടെ ശ്രമം വിജയിക്കണമെന്ന് കർത്താവ് ഇച്ഛിച്ചില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയത് അവന്റെ അച്ഛനും അമ്മയും? അവന്റെ അച്ഛനും അമ്മയും എല്ലാം ദൈവമാ. ഒരു ക്രിസ്മസ് കാലത്ത്, വെളുപ്പാൻ കാലത്ത്, ദേ ഈ തിരുരൂപത്തിന് മുമ്പിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം അവനെ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല മഞ്ഞത്ത് പ്രസവിച്ച് 1-2 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത് ഈ തിരുരൂപത്തിന്റെ മുമ്പിൽ നിന്നാ. പാപികളായ അമ്മമാര് കർത്താവിന് ഭാരമേൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങള്. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ കർത്താവിനോട് തന്നെ തിരക്കണം. അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരാളോടുകൂടി ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കുന്നതിന്റെ പ്രിപ്പറേഷനായി എനിക്കൊരു 2 കുപ്പി മാക്ഡോവൽ വാങ്ങിക്കണം. പോടാ, അനാവശ്യം ചോദിക്കുന്നു. പോയി പണി നോക്കടാ, പോടാ. എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാനിനി അച്ഛനോടല്ലാതെ ആരോടാ അത് പറയുക? ആരോടാ ഒന്ന് ചോദിക്കുക? അതുകൊണ്ടാ. പുള്ളിക്ക് എന്നേക്കാൾ ഒരു 2-3 വയസ്സിന്റെ മൂപ്പുണ്ട്. അല്ലായിരുന്നില്ല ഇരട്ട പറ്റാന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോ അവൻ ജനിക്കുമ്പോ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അനാവശ്യം പറയുന്നോടാ. അല്ലേ പിന്നെ നീ പാവ അമ്മയോട് ചോദിക്കേണ്ടി വരും. വേണ്ട വേണ്ട, പട്ടിണി തീട്ടം ചവിട്ടിയ മാതിരി ഇനി എല്ലായിടും മാറ്റിക്കണ്ട. എന്നാ വേണ്ട. ആ വേണ്ട. രക്തബന്ധമുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നതിൽ ആ വിവരം പുള്ളിയൊന്ന് അറിയിക്കായിരുന്നു. അണ്ണാ ചതിക്കരുത്, രക്ഷപ്പെട്ടോട്ടെ എന്നങ്ങ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അല്ലെ കൂടെ അങ്ങ് എടുത്തു എന്ന് പറയായിരുന്നു. ഇതിലും സേഫ് അതാ. അതൊന്നും വേണ്ട. അല്ല, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചതിന് അച്ഛനും സ്ട്രെയിറ്റ് റിപ്ലൈ പറഞ്ഞില്ല. എന്ത്? അച്ഛന്റെ മോന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അച്ഛനത് എടുക്കണം. എടാ, മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ നിശ്ചയത്തിലോ പിടിപാടിലോ അല്ല നിൽക്കുന്നത്. അല്ല, മനുഷ്യരാശി കോടാനുകോടി വർഷങ്ങളായി ജനനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും കടന്നു പോകുന്നതിനിടയ്ക്ക് ഇക്കണ്ട ഗോളങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ. ഓ കുഴഞ്ഞു. ഇങ്ങോട്ട്. ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല. പുള്ളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ പക്ഷെ പുള്ളി ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ നോട്ട് ചെയ്തു. വെറുതെ കള്ളടിച്ച് ഉഴപ്പുവരുന്നെന്ന് തോന്നുന്നേ. എന്നാലും ജോലി പോയ വിവരം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഒരു നല്ല എമൗണ്ടിന്റെ ചിട്ടിക്ക് ചേർന്നു. അത് കാരണം അടുത്ത മാസം തൊട്ട് കുറെ നാളത്തേക്ക് ആർക്കും ഒന്നും റെഗുലറായിട്ട് അയക്കില്ലെന്നൊരു അടിയടിച്ചു. അമ്മയ്ക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. പാവ അമ്മ. പോരാൻ നേരത്തെ അച്ഛൻ രഹസ്യമായിട്ട് കുറച്ച് കാശ് തന്നു. വേറൊരു റെഗുലർ ഇൻകം ആവുന്നവരെ അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞ സ്വല്പ സാമ്പത്തികം എത്തിക്കാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. ഏതായാലും ഞാൻ അവനെ കണ്ടേ മാറൂ. ഞാനും കുറച്ച് ഡാർക്ക് കളർ ഷർട്ടുകൾ വാങ്ങാൻ പോവാ. എന്നിട്ട് പുള്ളി പെരുമാറാൻ സാധ്യതയുള്ള മാളങ്ങളിലൊക്കെ പോയി നിൽക്കാൻ പോവാ. തലോടുത്ത് നോക്കാം, അറിയണമല്ലോ.
സുമംഗല പറഞ്ഞ കൊച്ചൻ കൊള്ളാം. ഞാൻ ഇവിടെ ഉത്സവത്തിന് കണ്ടു. സിന്ധുവിന് നല്ല ചേർച്ച. അവൾക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടായി. നിന്റെ ചിട്ടി എന്നോടെ പിടിക്കാൻ നോക്കും എന്ന വിവരം അറിഞ്ഞിട്ട് വേണം ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും മുന്നോട്ട് ആലോചിക്കാൻ. അച്ഛൻ പഴയ തണുപ്പൻ മട്ടാണ്. നിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് പറയുന്നത്. അത് നീ കണക്കാക്കണ്ട. അന്നൊന്ന് സ്ഥലത്താ ഇന്നും ആദ്യം പോയി നോക്കിയത്. പിന്നെ ഇങ്ങോട്ട് വന്നത്. ആ ഇങ്ങോട്ട് വരാം. ഇരിക്കാം. ഇപ്പൊ വരാം.
ചായ കുടിക്കുക. രാത്രിയിൽ വരുന്നു കരുതി ഞാൻ ഉറങ്ങാതെ ഇരുന്നു. വൈകിയല്ലേ? ആ, ഏതായാലും പറഞ്ഞ കാര്യം നിങ്ങൾ സ്റ്റൈലായിട്ട് ചെയ്തു. ദാ ഞാൻ പറഞ്ഞ തുക. താങ്ക്സ്. ഒന്ന് എണ്ണി നോക്കൂ. ഇത് 1 രൂപയുണ്ട്. നേരത്തെ തന്നതും കൂട്ടി ഇപ്പോ 1.5 ലക്ഷം. ശരിയാണല്ലോ? ആ, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇൻ കേസ് അവന്റെ ബോഡി പൊങ്ങിയാൽ, ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിഞ്ഞാൽ, അവന്റെ അളിയനറിയാം ഞാനായിരിക്കും കൊല്ലിച്ചതെന്ന്. അവനെയും കൂടി തട്ടാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ സംഗതി പുറത്തു വരുന്ന പ്രശ്നമില്ല. ഇപ്പോഴാണേൽ ആരും ഒന്നും കരുതാതിരിക്കുന്ന സമയമാണ്. അവൻ ചത്ത കാര്യം നമുക്കൊക്കെ അറിയാവും. അതെ. ഇത് 50,000 ഉണ്ട്. അഡ്വാൻസ് ആയിട്ട് പിടിച്ചോ. ഫുൾ പ്രൂഫ് ആയിട്ട് സംഗതി നടന്നാൽ ഇത്തവണ തരുന്നത് 2 ലക്ഷമായിരിക്കും. 2 lakhs. നമുക്ക് എവിടെ വേണേ പോവാം. ഈ നശിച്ച സിറ്റിന്ന് എങ്ങോട്ടെങ്കിലും. ഈ വേൾഡിന്റെ ഏത് കോണിൽ വേണേ പോവാം. വി ഗോട്ട് മണി. ഞാൻ തപസ്സിരുന്ന എത്രയും കാശുണ്ടാവത്തില്ല. ഇറ്റ് ഈസ് ലാക്സ്. എന്ത് വേണേ തുടങ്ങാനുള്ള എമൗണ്ട് ഉണ്ട്. സോളിഡ് മണി. ഒച്ചയക്കാതെ നോക്ക, എനിക്ക് ഈ രൂപ വേണ്ട. നമുക്ക് എവിടെ വേണേലും പോവാം, എവിടെ വേണേലും. പക്ഷേ അതിന് ഈ കാശ് വേണ്ട. ഇത് നമ്മൾ ഉണ്ടാക്കിയ പണമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ളതല്ല. ഒന്നുകിൽ ഈ കാശ് തിരിച്ചു കൊടുക്കണം. അത് നടക്കത്തില്ല. ഇത്രയും കാലം എന്നിട്ട് ഇഞ്ച ചതക്കുന്നത് പോലെ ചതച്ചതിന് ദൈവം എനിക്ക് തന്നത്. ഇറ്റ് ഈസ് മൈ റിവാർഡ്. ആര് പറഞ്ഞു? കൊടുക്കണ്ട കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്ക്. സിന്ധുവിന്റെ കല്യാണം നിർത്താൻ പറ. അതാണല്ലോ ഒരു ഭാരം. അത് ഇറക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കേ. ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണേ പോവാം. താങ്ക് യു. ഞാനത് ഓർത്തില്ല. ഈ എക്സൈറ്റ്മെന്റില് ഞാനൊന്നും ഓർത്തില്ല. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോവാം. എന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ച് നാളെ തിരിച്ചു വരാം. നാളെ കാണാം. താങ്ക് യു അണ്ണേ. ഇത്രയും കാലം എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഇതിനായിരുന്നു എന്നെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് അറിഞ്ഞില്ല. താങ്ക് യു. സാർ, ഏ, സാറിന് ഫോൺ. സാറിനൊരു ഫോൺ. ആരാ? ആ, വിശ്വനാഥൻ ഹിയർ. വിശ്വനാഥനാണോ? അതെ. അതെ, ആ കാശ് എനിക്കുള്ളതാണല്ലോ. അതെന്തിനാ വാങ്ങിച്ചേ? ഏതായാലും നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇപ്പൊ തൽക്കാലം ഇത്രയും സ്മാർട്ടായ മതി. ഞാന് എന്റെ 2 ആളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ ബാഗ് അവരുടെ കൈ കൊടുത്തേക്കണം. പറയുന്ന പോലെയൊക്കെ ചെയ്താൽ ഒരു ഷെയർ ഞാൻ പിന്നെ എത്തിക്കാം. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. കേട്ടല്ലോ? അതെ, അങ്ങ് പരിമല പള്ളി ചെന്ന് പറഞ്ഞാ മതി. അതെന്താ? എന്താന്നോ? എടാ റാസ്കൽ, നീ കാരണം എന്റെ ലൈഫ് ഇന്നിപ്പോ തെരുവില. അറിയാമോ? എന്റെ പെങ്ങൾക്ക് കല്യാണം നടക്കുകയില്ല, എനിക്കൊരു തൊഴിൽ കിട്ടുകയില്ല, സ്വൈര്യമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. എപ്പോ വേണേലും ആർക്ക് വേണേലും കൊത്തിപ്പറിക്കാവുന്ന ഒരു ഐഡന്റിറ്റി. ഹലോ ഹലോ,
ഹലോ, സബ് ഇൻസ്പെക്ടർ വീടല്ലേ? ആരാ, അന്നയാണോ? അന്നാതെ ഞാനാ വിശ്വം. ജോർജ് ഇല്ലേ? എവിടെ പോയിരിക്കുക? ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു, അവിടെ ഇല്ല. ആ ആ ഒന്നുമില്ല, ഒരു മെസ്സേജ് കൊടുത്താൽ മതി. ഞാൻ നാട്ടിൽ വരുന്നു, പോവാ. നാളെ തിരിച്ചു വരും. പോവാം. എങ്ങോട്ടാ? വിട്ടോ, പറയാം. പോവാം. ഇറങ്ങുന്നില്ലേ? ഇല്ല, പോവാം.
അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും പാടില്ലെന്ന്. ഇതിപ്പോ എന്നാലും കഷ്ടമായി. കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച പോലെ നമ്മുടെ അവിടെ കിടക്ക് ഈ പയ്യൻ ഇതാരാ ഈ നാട്ടിലെ ശത്രുക്കൾ? ഈ നാട്ടുകാരായിരുന്നു കൂടെ വന്നൊന്നും അല്ലടോ. അവര് പ്ലാൻ ചെയ്ത് വേറെ ബോട്ടിൽ പിന്നാലെ വന്നതാ. ആണോ? ചുമ്മാതിരി. എന്തോന്ന് ചുമ്മാതിരി. ആദ്യം അറിയില്ല ആ ലൈറ്റ് ഹൗസിൽ എടുത്തോളാം. ഈശ്വര, അച്ഛാ, ഇത് ഞാനാ, വിശ്വനാഥൻ, അച്ഛന്റെ മോൻ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. ഞാനിതാണ്. അതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനാ. അപ്പോ നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും? അതല്ലേ എന്റെയാ, അവന്റെ അടുത്ത് പെട്ടുപോയതാ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തെങ്കിലും പറയാം. ഇപ്പൊ ഞാൻ പോവാ. പോയാല് ഏതായാലും പോയേ വെക്കുള്ളൂ. നിന്നാൽ ആകെ പ്രശ്നമാവും. എന്നെ നാളെ ഇവിടെ കണ്ടാൽ വീണ്ടും കുഴി മാന്താനും ചകയാനും ഞാനും കൂടി ഉൾപ്പെട്ടൊരു മർഡറാ. കൊന്നത് ഞാനില്ലേലും. ഇതച്ഛൻ വെച്ചോ. സിന്ധുവിന്റെ കല്യാണം നടത്താൻ വേണ്ടി ക്യാഷ് ഇതിലുണ്ട്. കേമമായിട്ട് നടത്താൻ വേണ്ടി ഇതിലുണ്ട്. സുമംഗല ടീച്ചറെ കൊണ്ടുവന്ന ആ എഞ്ചിനീയറുടെ അലന വിടണ്ട.
ഇത് ഞാനുണ്ടാക്കിയതല്ല. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ഇത് അവന്റെയാ, അവന്റെ പ്രായച്ചിത്വ. ഞാൻ പോവായി. നമ്മൾ കണ്ട കാര്യം അമ്മയോട് പോലും ഇപ്പൊ പറയരുത്. ആദ്യം സിന്ധുവിന്റെ കല്യാണം നടക്കട്ടെ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞ ചിലപ്പോ അതൊരിക്കലും നടക്കാതെ പോലും പോവും. അല്ല, നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും? ഇനിയിപ്പോ ഉടനെ ഇത് വേണ്ടിവരും തോന്നില്ല. അതെല്ലാം വിശ്വനാഥന്റെ ആയിരുന്നില്ലേ. എനിക്കിനി അവനായിട്ട് മാത്രമേ കഴിയാൻ ഒക്കൂ, ഉത്തമനായിട്ട്.